എനിക്ക് ആകെ ഒരു മരണഭയം വരാൻ തുടങ്ങി. എനിക്ക് എന്തോ ഞാനിപ്പം മരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഈ ഭോഷനായ ധനികന് സംഭവിച്ചതുപോലെ ഇത്രയും കാലം കൂട്ടിവെച്ചതൊക്കെ വല്ല ഉപകാരമുണ്ടോ? ആരും കാണാത്ത ആ സമയത്ത് പെട്ടെന്ന് വന്നപ്പോൾ ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയിട്ട് ഞാൻ കരയാൻ തുടങ്ങി. ഹലോ, എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഇപ്പം ഞാൻ വീട്ടിലുണ്ട്. നെറ്റ് എക്സാമൊക്കെ പാസ്സായി. ഞാനിങ്ങനെ ഭാവിയിലെക്കുറിച്ച് ഭാവിയിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. എൻ്റെ വിദ്യാഭ്യാസമൊക്കെ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് നല്ല നല്ല ദൈവാനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. ഞാൻ എന്നോട് ആരെങ്കിലും നിനക്കിഷ്ടമുള്ള വിശുദ്ധനോ വിശുദ്ധയോ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞാൻ പറയുന്ന ഉത്തരം, ആലോചിക്കാണ്ട് തന്നെ ഞാൻ പറയുന്നൊരു ഉത്തരം വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി എന്നാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ, സ്കൂളിൽ പഠിക്കുമ്പോൾ ഗിഫ്റ്റായിട്ട് കിട്ടിയ കുറച്ച് വിശുദ്ധരുടെ പുസ്തകങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വിശുദ്ധ എന്ന് പറയുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയാണ്. സ്നേഹത്തോടെ ഞാൻ കൊച്ചു ചേച്ചി എന്ന് വിളിക്കും. അപ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ജീവചരിത്രവും പിന്നെ കുറച്ച് നാൾക്ക് ശേഷം നവമാലിക എന്ന പേരിലെ മലയാളം പതിപ്പിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ഒരു ആത്മകഥയൊക്കെ ഉണ്ട്. അതൊക്കെ വായിച്ചിരുന്നു. ഒത്തിരി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത എൻ്റെ ഒരു പിന്നീട് ഭാവിയിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ അല്ലെങ്കിലും പിന്നീട് കോളേജിനൊക്കെ ശേഷം എൻ്റെ ഭാവിയിലുള്ള ഒരു സ്പിരിച്വാലിറ്റിയും എൻ്റെ സ്പിരിച്വൽ ചിന്തകളിലൊക്കെ ഒത്തിരി എന്നെ സ്വാധീനിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കുന്ന ഒരു ഈശോ, നന്മ ചെയ്താൽ പ്രതിഫലം തരുന്ന ഒരു ഈശോ, ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു സ്നേഹം കൊതിക്കുന്ന ഒരു സംസാരിക്കാനായിട്ട് നമ്മളെ സംസാരിക്കാനും നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ആ ഒരു കൂട്ട് കൊതിക്കുന്ന ഒരു കാമുകനായ ഒരു ഈശോയുടെ ഒരു രൂപം, അതെൻ്റെ മനസ്സിൽ ആ ഒരു രൂപം എന്നെ പഠിപ്പിച്ചതും ആ ഒരു ആശയം, ആ ഒരു സ്പിരിച്വാലിറ്റി, ആ ഒരു ലവ് റൊമാൻറ്റിക് ഈശോയായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി എന്നെ പഠിപ്പിച്ചു തന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയാണ്. ഞാനിത് പറയാൻ കാരണം അതൊരു സ്കൂൾ കാലത്ത് എനിക്ക് കിട്ടിയ ഒരു ബോധ്യമാണ്. ചെറിയ കാര്യങ്ങൾ സ്നേഹത്തോടെ ചെയ്യുന്നതാണ്, വലിയ വലിയ കാര്യങ്ങൾ ദൈവസ്നേഹമില്ലാതെ ചെയ്യുന്നതിനെക്കാട്ടിലും കുഞ്ഞു കാര്യം ചെയ്യുന്നത് പോലും ദൈവസ്നേഹത്തോടെ ചെയ്യുന്നതാണ് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമെന്ന് ഈ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ഈ ഒരു ബോധ്യം ഉണ്ടായിരുന്നെങ്കിലും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമായി എനിക്ക് തോന്നാൻ തുടങ്ങിയത് പിന്നീട് ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ്. നമ്മൾ സുവിശേഷത്തിലൊക്കെ കാണാറില്ലേ, ഒരു ഈശോ പഠിപ്പിച്ചു തന്നു ഭോഷനായ ധനികൻ്റെ ഒരു ഉപമ. അങ്ങനെ ഭോഷനായ ധനികന് ഉണ്ടായ അനുഭവം എനിക്കും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കോവിഡിൻ്റെ സമയത്തായിരുന്നു. കോളേജ് UG കഴിഞ്ഞു. കോളേജ് ആ സമയത്ത് എങ്ങോട്ടും പോകുന്നുണ്ടായില്ല. കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയത്തായിരുന്നു, 2020 സമയം. വീട്ടിൽ തന്നെയാണ്. കുർബാനയില്ല, കുമ്പസാരമില്ല. ഒത്തിരി ദൈവത്തിൽ നിന്നും സ്പിരിച്വാലിറ്റിയിൽ നിന്നും അകന്നു പോയൊരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ ഒന്നും കാര്യമാക്കുന്നില്ല. എൻ്റെ പഠനമോ കഴിവുകളോ ഒന്നും തന്നെ ഞാൻ കാര്യമാക്കാത്തൊരു സമയത്ത് ഒരു ദിവസം ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് എൻ്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് കോവിഡ് വന്നിരുന്നു. എൻ്റെ കാലുകൾ വിറയ്ക്കുക, എനിക്ക് ആകെ ഒരു മരണഭയം വരാൻ തുടങ്ങി. എനിക്ക് എന്തോ ഞാനിപ്പം മരിക്കാൻ പോവാണ്. ആ ഒരു പേടി ഭയങ്കരമായിട്ട് ഉള്ളിലോട്ട് കയറി വന്നു. മരിക്കാൻ പോകുന്നതായിരുന്നില്ല എൻ്റെ പേടി, മരിക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഈ ഭോഷനായ ധനികന് സംഭവിച്ചതുപോലെ ഇത്രയും കാലം കൂട്ടിവെച്ചതൊക്കെ വല്ല ഉപകാരമുണ്ടോ? റെഡിയാണോ മരിക്കാൻ? അല്ല. ഞാൻ എന്നെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, ഈ മരണഭയം വരുമ്പോൾ നമ്മൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം, ഇങ്ങനെ ചെയ്തു പോയ മിസ്റ്റേക്സ് എല്ലാം പെട്ടെന്ന് മൈൻഡിലോട്ട് വരിക. ഞാനിപ്പം മരിച്ചാൽ നരകത്തിലാണ് പോകുന്നത് എന്നൊരു ബോധ്യം ഉള്ളിലോട്ട് വന്നു, എന്നൊരു തോന്നൽ ഉള്ളിലോട്ട് വന്നു. വളരെ പേടിയായിരുന്നു. അന്ന് തന്നെ ഞാൻ ആരും കാണാത്ത, ആ സമയത്ത് പെട്ടെന്ന് വന്നപ്പോൾ ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയിട്ട് ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ അപേക്ഷിക്കാൻ തുടങ്ങി. എന്നെ രക്ഷിക്കുക എന്ന് ഞാൻ അപേക്ഷിക്കാൻ തുടങ്ങി. എന്തോ എൻ്റെ അപേക്ഷ കേട്ടതുപോലെ ഞാൻ പറഞ്ഞു, ഞാൻ സ്നേഹിക്കാം. ആ സമയത്താണ് ഞാൻ ഈ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി എന്നെ പണ്ട് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, സ്നേഹത്തിൻ്റെ പാഠങ്ങൾ എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ പറഞ്ഞു, ഈശോയെ ഒരു അവസരം കൂടി താ, ഞാൻ സ്നേഹിക്കാൻ ശ്രമിക്കാം, ഒരവസരം കൂടി താ, എനിക്കിപ്പോൾ മരിക്കാൻ വയ്യ, നീ കുറച്ചുകൂടെ അവസരം താ. എന്തോ മാറി, ആ ഒരു കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നു, മാറി. പക്ഷേ
എന്തോ ഞാൻ കുറച്ച് നേരത്തേക്ക് ഉള്ളത് കൊണ്ടായിരിക്കും ഞാനത് കാര്യമായിട്ട് പഠിച്ചില്ല. ഞാൻ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. കാര്യമായിട്ട് മാറ്റങ്ങൾ ഞാൻ വരുത്തിയില്ല ജീവിതത്തിൽ. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലെ ആദ്യം വന്നതിനെക്കാട്ടിലും കൂടുതൽ ശക്തിയിൽ ആ ഒരു മരണഭയം വന്നു. കാലുകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ ഞാൻ ബെഡിൽ കിടക്കുക, അച്ഛയുടെ അമ്മ അടുത്ത് പോയി എനിക്ക് ഞാൻ മരിക്കാൻ പോകാൻ തോന്നുന്നു, എനിക്ക് ആകെ പേടിയായി, എന്തോ പ്രഷറൊക്കെ കുറഞ്ഞ പോലെ ആകെ ഞാൻ കരയാൻ തുടങ്ങി. മാതാപിതാക്കളാണെങ്കിൽ എന്നെ ആശ്വസിപ്പിക്കാൻ, എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, മരുന്ന് തരുന്നുണ്ട്. എനിക്ക് ആ ഒരു മരണഭയം, ഞാൻ ഇപ്പം മരിച്ചാൽ ഞാൻ നരകത്തിൽ പോകും എന്നൊരു ഭയം ഭയങ്കരമായിട്ട് കൂടുതൽ വന്നു. പിന്നെ ചുമരിലിരിക്കുന്ന മാതാവിൻ്റെ ചിത്രം നോക്കി, ഈശോയുടെ ചിത്രം നോക്കി ഞാനിങ്ങനെ അപേക്ഷിക്കുക, എന്നെ രക്ഷിക്കുക, ഞാൻ ജീവിച്ചോളാം, ഞാൻ സ്നേഹത്തിൽ ജീവിച്ചോളാം, എങ്ങനെയെങ്കിലും രക്ഷിക്കുക. എൻ്റെ പേടി കാരണം, എൻ്റെ മരണഭയം കാരണം, പാപത്തിൻ്റെ അത് കാരണം എൻ്റെ പാപങ്ങൾ, ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ അമ്മയോട് പറയാൻ തുടങ്ങി. അത്രയ്ക്ക് പേടിയായി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകും. ഇപ്പോൾ അത്രയ്ക്ക് മരണഭയവും ഇപ്പോൾ മരിക്കുമെന്ന തോന്നലും വന്നു. പിന്നീട് ഞാൻ കുറേ പ്രാവശ്യം, അത് കുറച്ച് നേരം കൂടി എടുത്തു, ആദ്യത്തെ വട്ടത്തിനേക്കാളും കൂടുതൽ നേരം എടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ച് അത് പതിയെ പോയി. പിന്നീട് എൻ്റെ ജീവിതത്തിൽ സഡൻലി അല്ലെങ്കിൽ പോലും പതിയെ നല്ല നല്ല മാറ്റങ്ങൾ എവിടെയൊക്കെയോ വരാൻ തുടങ്ങി. ആ ഒരു സ്നേഹിക്കണം എന്ന പോയിന്റ്, ഈശോയെ സ്നേഹിക്കണം എന്നൊരു പോയിന്റ് എൻ്റെ തലയിൽ, അതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നത് എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഇനി അടുത്തത് ഈശോയെ സ്നേഹിക്കണം. ഈ സ്നേഹിക്കാനുള്ള ഈശോ എവിടെയാ എന്ന ആ ഒരു സെർച്ചിങ് ആയിരുന്നു. പിന്നെ കുറച്ചുള്ള മാസങ്ങളിൽ ആ ഒരു സെർച്ചിങ് ആയിരുന്നു. ആകാശത്താണോ ഈശോ, അടുത്താണോ, അതോ ഒരു കൂട്ടുകാരനായിട്ട് അടുത്താണോ, അതോ ഇനി എൻ്റെ ഉള്ളിലാണോ? ഞാൻ ഈശോനെ സ്നേഹിക്കണം, പക്ഷെ സ്നേഹിക്കേണ്ട ഈശോ എവിടെ എന്ന ആ ഒരു കുറേ മാസങ്ങൾ അങ്ങനെ ഞാൻ ചിന്തിച്ച് അലഞ്ഞു. ആ ചിന്തയും അലയിലും ചെന്ന് അവസാനിച്ചത് ദിവ്യകാരുണ്യ ഈശോയില. ദിവ്യകാരുണ്യ ഈശോയിൽ എനിക്കറിയായിരുന്നു ദിവ്യകാരുണ്യ ഈശോയാണ്, പക്ഷേ അത് അനുഭവത്തിൽ സ്നേഹിക്കേണ്ടത് ഈശോ ദിവ്യകാരുണ്യത്തിൽ ഇത്ര വ്യക്തമായി, ക്ലിയറായി, ഫിസിക്കലി പ്രസന്റ് ആണ്. അപ്പോൾ വേറെ എന്തിനാ എവിടെയും തേടി പോകേണ്ട ആവശ്യമില്ല, ദിവ്യകാരുണ്യ ഈശോനെ സ്നേഹിച്ചാൽ മതി എന്ന ആ ഒരു തിരിച്ചറിവിലേക്ക് ആ ഒരു തേടൽ വന്നെത്തി. അതിനുശേഷം എനിക്ക് എവിടെയും ഈശോനെ തേടി പോകേണ്ടി വന്നിട്ടില്ല സ്നേഹിക്കാനായിട്ട്. ദിവ്യകാരുണ്യ ഈശോനെ സ്നേഹിച്ചാൽ മാത്രം മതി. ആ ഒരു തിരിച്ചറിവ് കിട്ടിയ ദിവസം, ആ ഒരു നിമിഷം എൻ്റെ ഉള്ളിൽ ആരോ പറയുന്നുണ്ടായിരുന്നു, നീ ഇത് മാത്രം ചെയ്താൽ മതി, ബാക്കിയെല്ലാം സെറ്റായിക്കോളും. ദിവ്യകാരുണ്യത്തിലുള്ള ഈശോനെ സ്നേഹിച്ചാൽ മാത്രം മതി. അപ്പോൾ തിരുവോസ്തിയിലുള്ള ആ ഈശോയുടെ ഉള്ള സ്നേഹം, ഇതാണ് എൻ്റെ ദൈവാനുഭവം. ഇനി ഈ ഒരു ദൈവാനുഭവത്തിന് ശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന കുറച്ച് മാറ്റങ്ങൾ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്നാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൽ എന്നെക്കാട്ടിലും കൂടുതൽ ശ്രദ്ധ വെക്കുന്ന ഒരു ഈശോ എന്ന് പറഞ്ഞാൽ, എനിക്കൊത്തിരി ഇൻസെക്യൂരിറ്റീസും പ്രശ്നങ്ങളും മൈൻഡിൽ എനിക്ക് മാത്രം അറിയാവുന്ന കുറച്ച് പ്രോബ്ലംസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രോബ്ലംസ് എല്ലാം പതിയെ ശരിയാക്കുന്ന, പതിയെ മിനുക്കി എടുക്കുന്ന ഒരു ഈശോ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞു തരും. അതിനുശേഷം ആ ഒരു തിരിച്ചറിവ് ആദ്യം തരും. അതിനുശേഷം അത് ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളിലൂടെ, പരിചയപ്പെടുന്ന ആൾക്കാരിലൂടെയോ, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസിലൂടെയോ, അല്ലെങ്കിൽ എൻ്റെതായ തെറ്റുകളിൽ നിന്ന് വരുന്ന എൻ്റെ സങ്കടങ്ങളിലൂടെ പോലും അത് പതിയെ ശരിയാക്കിയെടുത്ത് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ ഇന്ന് ഉള്ള ഞാനല്ല നാളെ എന്നെ മിനുക്കിയെടുക്കുന്ന ഈശോ. അപ്പോൾ ഒരു 2-3 വർഷത്തിനുള്ളിൽ ഈ ഒരു തിരിച്ചറിവുണ്ടായി ഞാൻ ആ അനുഭവത്തിൽ ജീവിച്ചതിന് ശേഷം ഈ ഒരു 2-3 വർഷക്കാലം ഞാൻ വളരെയധികം മാറി. ഒത്തിരി മിനുക്കി എടുത്തു ഈശോ. അതൊന്ന്. പിന്നെ ഞാൻ പോരായ്മകളുള്ളവനാണ്, ഇപ്പോഴും വീണു പോകാറുണ്ട് പാപത്തിൽ. പാപം ചെയ്ത് ഇടയ്ക്ക് പാപം ചെയ്ത് അകന്നു പോകും. പക്ഷേ ഒത്തിരി മാസങ്ങളോളോ ദിവസങ്ങളോളോ വീണ് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ, ആ വീണാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ദിവ്യകാരുണ്യത്തിൻ്റെ ആ ഈശോയുടെ സ്നേഹം തിരിച്ചു വിളിക്കും. അത് നമുക്ക് തോന്നും. പിന്നെ ഈശോയെ രക്ഷിക്കുന്ന പറയുമ്പോൾ പതിയെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഈശോ കുമ്പസാരിക്കാനും എവിടെയാ തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കി തരാനും ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ വീണാലും പെട്ടെന്ന് എഴുന്നേൽക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന് ശേഷമാണ് ഇതിനു മുമ്പും ജീസസ് യൂത്തിൽ ആക്റ്റീവ് ആയിരുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പരിപാടികളൊക്കെ പോയെങ്കിലും ഈ ഒരു 2-3 വർഷക്കാലമാണ് ഞാൻ ഭയങ്കരമായിട്ട് ജീസസ് യൂത്ത് മൂവ്മെൻറ്റിലും ഒക്കെ ഒത്തിരി പങ്കെടുക്കാനൊക്കെ തുടങ്ങിയത്. അതിൻ്റെ മനോഹാരിത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്ന, എന്നെപ്പോലെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച്
ഫെയ്ത്തിൽ കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന, പള്ളിയിൽ പോകുന്ന അങ്ങനെ കുറേ കൂട്ടുകാർ. എൻ്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്സ് ഗ്യാങ് എല്ലാം അങ്ങനെ കുറേ ദൈവസ്നേഹമുള്ള, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ കുറേ കൂട്ടുകാരായിട്ട് കണക്ട് ചെയ്ത് തന്നു. അപ്പം നമ്മൾ ഈ ടി വിയിലും ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ യുദ്ധങ്ങൾ നടക്കുന്നു, പ്രശ്നങ്ങൾ നടക്കുന്നു, എല്ലാം വയലൻസും കാര്യങ്ങളുടെ ഈ ഒരു ലോകത്തിൻ്റെ ഇടയിലും എനിക്ക് ദൈവസ്നേഹമുള്ള, സ്വന്തം ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്ന, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം കൂട്ടുകാരുടെ ഒരു ഗണം അങ്ങനെ ജീവിക്കുന്നത് ഭയങ്കര മനോഹരതാണ്. പ്രത്യേകിച്ച് പരിപാടികൾക്കും ജീസസ് യൂത്തിൻ്റെ മൂവ്മെൻറ്റിൽ പരിപാടികൾക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കുമ്പോൾ. അപ്പോൾ ജീവിതം അങ്ങനെ മനോഹരമാണ്. പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളൊരു കാര്യം, ടെൻഷൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ വരുന്നില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുറവുകളുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു സൊല്യൂഷനേ ഉണ്ടായുള്ളൂ, അത് ദിവ്യീകരണത്തിലുള്ള ഈശോയാണ്. അപ്പോൾ ഇനിയും പ്രശ്നങ്ങൾ വരുമെന്നറിയാം, ബുദ്ധിമുട്ടുകൾ വരുമെന്നറിയാം, എനിക്ക് ഇനിയും പ്രശ്നങ്ങൾ നന്നാവാനുണ്ടെന്നറിയാം. പക്ഷേ അതിൻ്റെ ഉത്തരം എനിക്ക് ഓൾറെഡി ഇപ്പം അറിയാം. അത് ദിവ്യീകരണത്തിലുള്ള ഈശോനെ സ്നേഹിക്കുക എന്നുള്ളതാണ്, ആ സ്നേഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഈശോ നോക്കിക്കോളും. അപ്പോൾ ടെൻഷൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. എൻ്റെ പോരായ്മകളുണ്ടെങ്കിൽ തന്നെയും ടെൻഷൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിതം കുറച്ചും കൂടെ ഒരു ഫ്രീ ആണ്. എന്താണ് ചെയ്യേണ്ടത് അത് ഈശോ പറഞ്ഞു തന്നോളും, സമയമാകുമ്പോൾ ചെയ്തു തന്നോളും. ഈശോയുടെ കൂടെ നിന്നാൽ മാത്രം മതി. ഇതാണ് എൻ്റെ ദൈവാനുഭവം. എല്ലാവർക്കും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.